ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്താനാവാത്ത സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന ഇടപെടൽ. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. അതേസമയം സംഭവത്തിൽ ഡോക്ടർമാർക്കുണ്ടായ വീഴ്ച പരിശോധിക്കണമെന്നും കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. WNCയിലെ ഡോക്ടറിന്, സൂപ്രണ്ടിന് എല്ലാവർക്കും ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയുടെ മേലിൽ ഞങ്ങൾക്കുണ്ടായ ഇൻസിഡൻറ്റിന് എന്താണെന്നുള്ള പരിഹാരം സർക്കാർ കണ്ടെത്തി തരേണ്ടതാണ്. സർക്കാരിനായ എന്നെക്കൊണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ട് പോകാൻ ഉള്ളതല്ല. അതിനുള്ള എനിക്ക് പരിഹാരം കണ്ടെത്തി തരേണ്ടത്. റിപ്പോർട്ടിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇപ്പം സ്കാനിങ് റിപ്പോർട്ടിലെ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോഴും സ്കാനിങ് റിപ്പോർട്ടിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇതേക്കുറിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞതുകൂടി കേൾക്കാം. സംശയം നേരത്തെ തോന്നി ഡോക്ടർ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം കുറച്ച് കുഞ്ഞിനോടൊപ്പം തന്നെയുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് ഇത്തിരി അധികമാണെന്ന് മനസ്സിലാക്കിയപ്പം അതിനൊരു കാരണം കുഞ്ഞിൻ്റെ അനോമലി ആയിരിക്കുമെന്ന് അവരോട് പറയുകയും അത് കേസ് ഷീറ്റ് ഡോക്ടർ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഷാജഹാൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തമായ പ്രശ്നങ്ങൾ എന്താണ്? ആ കുടുംബത്തിൻ്റെ ആരോപണം എന്താണ്? മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നത് ഇപ്പോൾ കേട്ടു. ഇതിനിടയിൽ സ്വകാര്യ ലാബിലെ ഡോക്ടർമാർക്കെതിരെ കേസ് എന്ന് പറയുന്ന ഒരു വാചകവും കണ്ടു. എന്തൊക്കെയാണ് സംഭവിച്ചത് അവിടെ? ശരത്ത്, കഴിഞ്ഞ 8-ാം തീയതിയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത്. ഈ പ്രസവത്തിന് ശേഷമാണ് ഈ കുട്ടിക്ക് വൈകല്യങ്ങൾ കണ്ടത്. ആലപ്പുഴ WNC ആശുപത്രിയിലായിരുന്നു ഈ കുട്ടിയുടെ ചികിത്സ നടന്നിരുന്നത്. ഈ ചികിത്സയിൽ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടെത്താൻ ഡോക്ടർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. എന്നാൽ 8 മാസമാകുന്നതിന് മുൻപ് തന്നെ കുട്ടിയുടെ പ്രസവത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏതാണ്ട് 8ഓളം സ്കാനിങ്ങുകൾ നടത്തി. ആലപ്പുഴയിൽ 2 ലാബുകളിലാണ്, സ്വകാര്യ ലാബുകളിലാണ് ഈ പരിശോധനകൾ നടത്തിയത്. പക്ഷേ ഈ പരിശോധനകളിലൊന്നും തന്നെ ഈ കുട്ടിക്ക് വൈകല്യം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ വൈകല്യമുണ്ടോ ഇത്തരം സൂചനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ ഡോക്ടർ പരിശോധനകളുമായിട്ട് മുൻപോട്ട് പോയത്. പക്ഷേ എങ്കിലും 7-ാം മാസത്തിന് ശേഷം ഈ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ആശുപത്രിയിൽ തന്നെ ഇവരെ കിടത്തി ചികിത്സയ്ക്ക് വേണ്ട സൗകര്യം ചെയ്യുകയും അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പരിശോധനകൾ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് നടന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ഗൗരവമായതോടുകൂടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ അമ്മയും ബന്ധുക്കളെയും മാറ്റുകയും അവിടെ വെച്ച് കുഞ്ഞിനെ 8-ാം തീയതി പ്രസവിക്കുകയും ചെയ്തു. പ്രസവത്തിന് ശേഷമാണ് ഇവര് തുടക്കം മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നോ അതോ അവസാന സമയത്താണോ അവിടേക്ക് വന്നത്? ഈ സ്കാൻ ചെയ്തത് സ്വകാര്യ ലാബിലാണോ? അതേസമയം മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതിൻ്റെ ചില പ്രശ്നങ്ങൾ അവരെ അറിയിച്ചിരുന്നു എന്നും പറയുന്നുണ്ടല്ലോ. അതാ ഇപ്പോൾ അവിടെ നിന്ന് ചില പ്രതികരണങ്ങൾ. തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മൾ WNC ആശുപത്രിയിലെ സൂപ്രണ്ടിൻ്റെ ഓഫീസിലാണ്. ഇവിടെ ചില യുവജന സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശരത്ത് നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ കുട്ടിയെ ആദ്യം മുതൽ കാണിച്ചിരുന്നത്, അതായത് പ്രസവം ഗർഭിണിയായ ഗർഭാവസ്ഥയിൽ മുതൽ ഇവിടെ കാണിച്ചിരുന്നത് WNC ആശുപത്രിയിലായിരുന്നു. എന്നാൽ ഈ കുട്ടിയുടെ അവസാനം, അതായത് പ്രസവത്തിന് തൊട്ട് മുൻപ് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കണ്ടതിനെ തുടർന്ന് അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഈ മെഡിക്കൽ കോളേജിലാണ് 8-ാം തീയതി കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഈ പ്രസവത്തിന് ശേഷമാണ് ഈ കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടായി കണ്ടത്. പക്ഷേ ഈ വൈകല്യങ്ങൾ നേരത്തെ എന്തുകൊണ്ട് ഈ WNC ആശുപത്രിയിലെ ഡോക്ടർ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. പക്ഷേ ഈ സ്കാനിങ് റിപ്പോർട്ടുകൾ 8ഓളം സ്കാനിങ് റിപ്പോർട്ടുകളിലും സ്വകാര്യ ലാബുകളിലാണ് നടത്തിയിരുന്നത്. പുറത്തുള്ള ഈ സ്വകാര്യ ലാബുകളിൽ നടത്തിയ സ്കാനിങ് റിപ്പോർട്ടുകളിലൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതോ അത്തരം സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും സൂപ്രണ്ട് പറയുന്നു. എന്തായാലും 7-ാം മാസം ഈ കടപ്പുറം WNC ആശുപത്രിയിലെ ഡോക്ടർ ഈ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ജനിതക വൈകല്യത്തിന് സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് നേരത്തെ തന്നെ സൂപ്രണ്ടിന് മുൻപിൽ ഹാജരാക്കിയ റിപ്പോർട്ടിലും ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം വരുന്ന മണിക്കൂറിൽ നടക്കുകയാണ്. എന്തായാലും DMOയും മറ്റും ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ WNC ആശുപത്രിയിലെ സൂപ്രണ്ടിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ ഈ യുവജന സംഘടനയുടെ സമരം നടക്കുന്നത്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.